ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നിനക്കെതിരായി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു: നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന യാതൊരു ആയുധവും വിജയിക്കുകയില്ല. ഇത് വെറും വചനം മാത്രമല്ല, ദൈവത്തിൻ്റെ ഉറപ്പുകൂടിയാണ്. നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിലായിരിക്കാം. നന്മ നിറഞ്ഞ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവേ, ഞാൻ നേരിടുന്ന ഓരോ വാക്കുകളും അതിൻ്റെ മുറിവ് എത്ര ആഴമുള്ളതാണെന്ന് അവിടുന്ന് അങ്ങ് അറിയുന്നു. മനുഷ്യർ പറയുന്ന വാക്കുകൾ പലപ്പോഴും ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തുന്നു. എന്നാൽ ഈ നിമിഷം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഒരു നാവും ഞങ്ങളുടെ മേൽ ചലിക്കയില്ല. നിന്റെ നാമത്തിൽ ഉയരുന്ന ഓരോ തെറ്റായ ആരോപണവും ഇപ്പോൾ നിശബ്ദമാകട്ടെ. ഞങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്ന ഓരോ വാക്കുകളും നിന്റെ ശക്തിയാൽ നിശ്ചലമാകട്ടെ. കർത്താവേ, ഞങ്ങൾ ദുർബലരല്ല, കാരണം നീ ഞങ്ങളുടെ പക്ഷത്താണ്. വചനം പറയുന്നു, ദൈവം നമ്മുടെ പക്ഷമെങ്കിൽ വിരോധമാരാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, നമുക്കെതിരെ സംസാരിക്കുന്നവനേക്കാൾ വലിയവൻ നീയാണ്. കർത്താവെ, അപമാനിക്കപ്പെട്ടവർക്കും അന്യായമായി കുറ്റം അനുഭവിച്ചവർക്കും കുടുംബത്തിൽ, ജോലിസ്ഥലത്ത് വാക്കുകൾ കൊണ്ട് തകർന്നവർക്കും നിന്റെ സമാധാനം അവിടെ നിന്ന് നിറയട്ടെ. ഞങ്ങൾക്കെതിരായ വാക്കുകളുടെ ശാപവും നന്മയായി നിറയട്ടെ. എനിക്കെതിരായ നിന്ദകളൊക്കെയും വലിയൊരു സാക്ഷ്യമായി മാറട്ടെ. അപവാദങ്ങളൊക്കെയും എൻ്റെ ഉയർച്ചയായി മാറട്ടെ. കർത്താവായ യേശുവേ, നിന്റെ രക്തത്താൽ എന്നെ അവിടുന്ന് മൂടയിടമേ. ഇന്നു മുതൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ തളരുന്നില്ല, ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല. നിന്റെ ശക്തിയാൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. നിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ക്ഷീണത്തെ മാറ്റുന്നു. വചനം ഇങ്ങനെ പറയുന്നു: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് ഒരു നാവും ഞങ്ങളുടെ മേൽ ചലിക്കയില്ല, ഒരു ആയുധവും വിജയിക്കുകയില്ല, ഒരു പദ്ധതിയും നിലനിൽക്കുകയില്ല. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അനുഗ്രഹം അവിടെ നിന്നുണ്ടാകണമേ. അടിയനെയും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ശാരീരിക ക്ഷീണത്തിൽ, പ്രയാസത്തിൽ ദൈവസന്നിധിയിലേക്ക് വരുവാൻ അവിടെ നിന്ന് ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദി. സംസാരിക്കാൻ പോലും കഴിയുന്നില്ല കർത്താവേ, എന്നാലും എൻ്റെ ദൈവത്തിൻ്റെ വചനം അവിടെ നിന്ന് അറിയിക്കുവാൻ അവിടെ നിന്ന് അടിയനെ എടുത്തുപയോഗിച്ച കൃപയ്ക്കായി നന്ദി. അവിടെ നിന്ന് അടിയന് ആശ്വാസത്തെ നൽകണമേ. പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. അത്ഭുതങ്ങൾ നടക്കണമേ. അവർ ഈ സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നുവെന്ന് അവർ സാക്ഷ്യം പറയുവാൻ സ്വർഗമേ അവിടെ നിന്ന് സഹായിക്കണമേ. അവർ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഓരോ സമയവും അവരുടെ ജീവിതത്തിൽ വലിയ നന്മകൾ കൊണ്ടുവരുമെന്നുള്ള സത്യത്തെ അവർ തിരിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗമേ അവരെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി അടിയനെയും ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിന്നുണ്ടാകണമേ. ചോദിച്ച കാര്യങ്ങൾ ചുരുക്കമെങ്കിലും ധാരാളം നന്മകളാൽ തന്നവിടെ നിന്ന് നിറയ്ക്കണമേ. ആമേൻ.